KSFDC MD പ്രിയദർശൻ PS മീഡിയ വണ്ണോട് കെൽട്രോണിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടില്ല. 2023 ഡിസംബറിലെ CCTV ദൃശ്യങ്ങളാണ് പ്രചരിച്ചിരിക്കുന്നത്. ഹാക്കിംഗ് തന്നെയാണെന്നാണ് സംശയിക്കുന്നത്. DGPക്കും സൈബർ സെല്ലിനും പരാതി നൽകിയിട്ടുണ്ടെന്നും പ്രിയദർശൻ പറഞ്ഞു. ഇത് 2023 ഡിസംബർ 10 ചില ദൃശ്യങ്ങളാണ് വെളിയിൽ പോയതെന്ന് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് 3 തരത്തിലാണ് ഇത് പോകാൻ സാധ്യതയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഇതിന്റെ ക്ലൗഡ് മാനേജ് ചെയ്യുന്ന സിസ്റ്റത്തിലൂടെ ആ ഒരു പ്രക്രിയയിലൂടെ സംഭവിച്ചതാകാം എന്ന് നമ്മൾ വിചാരിക്കുന്നു. 2, ഇപ്പം ഏത് കമ്പ്യൂട്ടറാണെങ്കിലും ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് മൈഡെസ്ക് പോലുള്ള സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും ഒരു സാധ്യത കാണുന്നുണ്ട്. മറ്റൊന്ന് നെറ്റ് കണക്റ്റഡ് ആണ്, അപ്പോൾ അങ്ങനെയും ഒരു സാധ്യത കാണുന്നുണ്ട്. 4, ഹൈജാക്ക് ചെയ്തതായ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. സ്വാഭാവികമായി ഹാക്കിങ്ങിന്റെ ഒരു സാധ്യതയിലോട്ടാണ് നമ്മൾ കാണുന്നത്. എങ്കിലും അതിന്റെ പൂർണ്ണമായ ഒരു ഇന്റേണൽ എൻക്വയറി ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കെൽട്രോണിന്റെ ക്ലൗഡ് നോക്കുന്നത് അവരാണ്. അപ്പോൾ അവിടെ നിന്നും പോയതായിട്ടൊന്നും നമ്മൾ അതിനകത്തൊന്നും ആരോപിക്കാനായിട്ടില്ല. പക്ഷേ ഇത് ഹാക്ക് ചെയ്തതാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് നമ്മളുടെ ഒരു നിഗമനം ഇപ്പോൾ വന്നിട്ടുള്ളത്.